IPL ചെന്നൈക്കെതിരെ മുംബൈക്ക് 9 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ചെന്നൈ ഉയർത്തിയ വിജയലക്ഷ്യം 26 ബൗളുകൾ ബാക്കി നിൽക്കെ മറികടന്നു. രോഹിത് ശർമ്മയ്ക്കും സൂര്യകുമാർ യാദവിനും അർദ്ധ സെഞ്ചുറി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും കിലാഫ് അഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. കിലാഫ്, IPL-ലെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മുംബൈയുടെ മധുര പ്രതികാരമല്ലേ ചെന്നൈക്കെതിരെ നടന്നത്? തീർച്ചയായും അഞ്ജലി, ഒരു മധുര പ്രതികാരം തന്നെയായിരുന്നു ഇന്നത്തെ ഈ മത്സരം, എൽ ക്ലാസിക്കോ മത്സരം. കാരണം ഈ ഒരു സീസണിൽ ആദ്യം മുംബൈയും ചെന്നൈയും നേരിട്ടപ്പോൾ ചെന്നൈക്കായിരുന്നു വിജയം. ഇന്നത്തെ വിജയത്തോടെ ഒരു മധുര പ്രതികാരമാണ് മുംബൈയുടേത്. ഇന്ന് രോഹിത് ശർമ്മ ആദ്യം ഈ ഒരു സീസണിൽ ആദ്യ അർദ്ധശതകം കൂടി പൂർത്തിയാക്കിയിരുന്നു. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഫോമിനെ തുടർന്ന് കൂടുതൽ വിമർശനങ്ങൾ താരം നേരിട്ടിരുന്നു. എന്നാൽ ഇതിനൊക്കെ മറുപടിയായിരുന്നു ഇന്നത്തെ രോഹിത് ശർമ്മയുടെ പ്രകടനം. ചെന്നൈ ഉയർത്തിയ 177 റൺസ് വിജയലക്ഷ്യം 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിയാണ് മുംബൈ മറികടന്നത്. അർദ്ധ സെഞ്ചുറി തികച്ച രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും മികവിലായിരുന്നു ഇന്ന് മുംബൈയുടെ വിജയം. രോഹിത് ശർമ്മ 45 പന്തിൽ നിന്ന് 4 ഫോറും 6 സിക്സറും ഉൾപ്പെടെ 76 റൺസ് എടുത്തു. കൂടാതെ സൂര്യകുമാർ യാദവ് 30 പന്തിൽ 68 റൺസും അടിച്ചെടുത്തതോടെ ചെന്നൈയുടെ ഈ ഒരു റൺസ് അതിവേഗം മുംബൈക്ക് മറികടക്കാൻ സാധിച്ചു. നേരത്തെ ആദ്യ ബാറ്റിംഗ് ചെയ്ത ചെന്നൈ 176 റൺസ് നേടിയത് ശിവം ദൂബെയുടെയും അതേപോലെ ജഡേജയുടെയും അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെയായിരുന്നു ചെന്നൈ 176 റൺസ് എന്ന നിലയിൽ എത്തിയത്. ഇതിൽ നമ്മൾക്ക് എടുത്തു പറയേണ്ടത് സൂപ്പർ താരം ധോണിക്ക് ഈ ഒരു മത്സരത്തിൽ തിളങ്ങാൻ സാധിച്ചില്ല. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ക്യാമിയോ പ്രകടനം ഉണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ ആരാധകർ ഏറെ ഉറ്റുനോക്കിയ ഒരു മത്സരമായിരുന്നു. ധോണി ഒരു ക്യാമിയോ പെർഫോമൻസ് നടത്തുമോ എന്നത്. എന്നാൽ ഇന്ന് ആ താരത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രകടനം ഇല്ലാത്തതും ചെന്നൈക്ക് ഇന്ന് നിരാശ സമ്മാനിച്ചു. കൂടാതെ രച്ചിൻ രവീന്ദ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്ന് തിളങ്ങാത്തതും ചെന്നൈക്ക് ബാധിച്ചു. അഞ്ജലി, ശരി കിലാഫ്, വ്യക്തമാണ്. IPL ചെന്നൈക്കെതിരെ മുംബൈക്ക് 9 വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് ഉണ്ടായത്. വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും കിലാഫ് അഹമ്മദാണ്.